ജൂൺ 14 വിശുദ്ധ മെത്തോഡിയൂസ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ മെത്തോഡിയൂസ് സിസിലിയിൽ സിറാക്യൂസിലാണ് ജനിച്ചത്. ഒരു നല്ല ഉദ്യോഗം ലക്ഷ്യമാക്കി വിദ്യാസമ്പന്നനായിരുന്ന മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ചെന്നപ്പോൾ ഒരു സന്യാസിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ആ സന്യാസിയുടെ പ്രേരണയിൽ മെത്തോഡിയൂസ് ലൗകിക താൽപ്പര്യങ്ങൾ ഉപേക്ഷിച്ച് ചെനോലാക്കോസ് ആശ്രമത്തിൽ ചേർന്നു. അക്കാലത്താണ് തിരുസ്വരൂപങ്ങളുടെ പേരിലുള്ള മതപീഡനങ്ങൾ നടന്നിരുന്നത്. ലയോ 5 815 രണ്ടാമത്തെ മതപീഡനം ആരംഭിച്ചു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്ക് വിശുദ്ധ നിസേഫോറസിനെ നാടുകടത്തി. പ്രതിമാ ധ്വംസകർക്കെതിരായ ഒരു നിലപാടാണ് മെത്തോഡിയൂസ് സ്വീകരിച്ചത്. പേട്രിയാർക്കിനെ നാടുകടത്തിയ വിവരവും മറ്റു സംഗതികളും മാർപ്പാപ്പയെ അറിയിക്കാൻ മെത്തോഡിയൂസ് റോമിലേക്ക് പോയി. ലയോ 5 മരണശേഷം 821 മെത്തോഡിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങി. പുതിയ ചക്രവർത്തി മൈക്കിളിന് മാർപ്പാപ്പയുടെ ഒരെഴുത്ത് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു. തിരുമേനി എഴുത്തു വായിച്ച ശേഷം മെത്തോഡിയൂസിനെ വിപ്ലവകാരിയായി മുദ്രകുത്തുകയും അദ്ദേഹത്തെ പ്രഹരിച്ച ശേഷം ജയിലിൽ അടയ്ക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. 7 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം പുതിയ ചക്രവർത്തി തെയോഫിലസ് മെത്തോഡിയൂസിനെ വിളിച്ചു ശാസിച്ചു. യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം വണങ്ങാൻ പാടില്ലെന്നു പറഞ്ഞ ചക്രവർത്തിയോട് ചക്രവർത്തി സ്വന്തം ചിത്രങ്ങൾ വണക്കത്തിനായി സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. 842 തെയോഫിലസ് ചക്രവർത്തിയും മരിച്ചു. രാജ്ഞി തെയോഡോറ മെത്തോഡിയൂസിന് അനുകൂലിയായിരുന്നു. തിരുസ്വരൂപ വിദ്വേഷിയായ ജോൺ പാത്രിയാർക്കീസിനെ മാറ്റി മെത്തോഡിയൂസിനെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കായി നിയമിച്ചു. 4 കൊല്ലത്തെ ഭരണശേഷം ശരീരത്തിൽ നീരുവന്ന് അദ്ദേഹം മരിച്ചു. വിശുദ്ധ മരീന, വിശുദ്ധ അഗാത്ത, വിശുദ്ധ കോസ്മോസ്, വിശുദ്ധ ഡാമിയൻ മുതലായ പല വിശുദ്ധരുടെയും ജീവചരിത്രം അദ്ദേഹം എഴുതുകയുണ്ടായി. വിചിന്തനം: ദൈവത്തെ ഒഴികെ മറ്റൊന്നും കാണാതിരിക്കാനും അവിടുത്തേക്കു വേണ്ടി അധ്വാനിക്കുവാനുമായി വിശുദ്ധർ തങ്ങളെ തന്നെ പരിത്യജിച്ചു. അവിടുത്തെ കണ്ടെത്തുന്നതിനു വേണ്ടി അവർ സൃഷ്ടവസ്തുക്കളെ വിസ്മരിച്ചു. ഇതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. വിശുദ്ധ ജോൺ മരിയ വിയാനി.